ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത് ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരായുള്ള സാധ്യത ടീം പ്ലേയിങ് 11 ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആരൊക്കെയാണ് ഈ ഒരു സാധ്യതാ പട്ടികയിൽ വരിക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. 5 T20 മത്സരങ്ങൾ അടങ്ങുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് T20 മത്സരത്തിനകത്ത് ജനുവരി 22-നാണ് ഈ ഒരു പരമ്പര. ആദ്യത്തെ മത്സരം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലും ബാക്കി വരുന്ന 4 മത്സരങ്ങൾ ചെന്നൈ, രാജസ്ഥാൻ, പൂനെ, മുംബൈ എന്നീ സ്ഥലങ്ങളിലുമായിട്ടാണ് മത്സരങ്ങൾ വരിക. ആരെല്ലാമാണ് ടീമിൽ കളിക്കുക എന്നുള്ള കാര്യത്തിനകത്ത് സാധ്യത 11 ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു മത്സരത്തിനകത്ത് ഇറങ്ങാൻ സാധ്യത എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സൂര്യകുമാർ യാദവ് ആയിരിക്കും നായകൻ. അതുപോലെ വൈസ് ക്യാപ്റ്റനായി വരുന്നത് അക്ഷർ പട്ടേൽ ആയിരിക്കും. അപ്പോൾ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഇവർ തന്നെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ T20 മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച മലയാളി താരം സഞ്ജു സാംസൺ തന്നെയാണ് ഇന്ത്യയുടെ ഓപ്പണറായി പരമ്പരയിൽ ഇറങ്ങാൻ ഏറ്റവും അനുയോജ്യൻ. ഒപ്പം അഭിഷേക് ശർമ്മയും സഞ്ജുവിനൊപ്പം കൂടാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ മത്സരങ്ങളിൽ മികവ് പുലർത്തിയ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കോംബോ വരാൻ സാധ്യത എന്ന് പറയുന്നത്. തൻ്റെ T20 കരിയറിലെ മികച്ച തുടക്കമായിരുന്നു അഭിഷേക് ശർമ്മ കഴിഞ്ഞ മത്സരത്തിനകത്ത് കാഴ്ചവെച്ചത്. ശേഷം 3-ാം നമ്പറിൽ ഇന്ത്യക്ക് വേണ്ടി തിലക് വർമ്മ കളിക്കാനും നായകൻ സൂര്യകുമാർ യാദവും ഇംഗ്ലണ്ടിനെതിരെ 4-ാം നമ്പറിൽ കളിക്കാനും സാധ്യതയുണ്ട്. ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യ 5-ാം നമ്പറിലും വെടിക്കെട്ട് താരം റിങ്കു സിംഗ് 6-ാം നമ്പറിലും കളിച്ചേക്കും. ഓൾറൗണ്ടർ എന്ന നിലയിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അക്ഷർ പട്ടേൽ 7-ാം നമ്പറിൽ ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങും. അപ്പോൾ ഇന്ത്യയുടെ ബോളിംഗ് നിര നോക്കുകയാണെങ്കിൽ കൊന്തമന അർഷദീപ് സിംഗ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മികച്ച സ്പെല്ലുകൾ നമുക്ക് ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പരിക്കിൻ്റെ പിടിയിൽ നിന്ന് വന്ന മുഹമ്മദ് ഷാമിയും ഈ ഒരു മത്സരത്തിനകത്ത് പ്ലേയിങ് 11 ഇറങ്ങാൻ സാധ്യതയുണ്ട്. പിന്നീട് വരുന്നത് വരുൺ ചക്രവർത്തിയും അതുപോലെ തന്നെ രവി ബിഷ്ണോയും ഈ ഒരു മത്സരത്തിനകത്ത് പ്ലേയിങ് 11 ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സാധ്യത 11 പറഞ്ഞത്.